മുടി ബോബ് ചെയ്തും നഗ്നത പ്രകടമാകും വിധം നേരിയ വസ്ത്രങ്ങളും പാറിപ്പറക്കുന്ന ഫാഷൻ ഡ്രസ്സുകളും പരപുരുഷന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യുന്ന ആ നിലക്കുള്ള സൗന്ദര്യ വസ്തുക്കള്, സുഗന്ധദ്രവ്യങ്ങള്, അതൊക്കെ ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന സഹോദരിമാരോട്, പെൺമക്കളോട് സ്നേഹത്തോടെ അടുത്തിരുത്തി ഉപദേശിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് നരകത്തിലേക്കുള്ള പോക്കാണെന്നുള്ളത്. സ്ലിറ്റ് ചുരിദാറെന്ന ഓമന പേര് നൽകി സ്വകാര്യ ഭാഗങ്ങൾ കാണും വിധം ചുരിദാറിന്റെ സൈഡുകൾ ഓപ്പൺ ചെയ്ത് അന്യ ആണുങ്ങൾക്ക് ശരീരം വ്യക്തമാകും വിധം ഇറുകിയ വസ്ത്രവും ജീൻസും ബനിയനും ധരിച്ചുള്ള യാത്ര ഉണ്ടല്ലോ, ആ യാത്ര നരകത്തിലേക്കുള്ള യാത്രയാണ് എന്ന് നമ്മുടെ പെൺമക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിന്റെ ശരീരം, നിന്റെ സൗന്ദര്യം അത് അള്ളാന്റെ അനുഗ്രഹമാണ്. അത് അങ്ങാടി പിള്ളേർക്കും ഏതെങ്കിലും ഫ്രീക്കൻ ചെക്കന്മാർക്കും വായി നോക്കികൾക്കും കാണിച്ചു കൊടുക്കാനുള്ളതല്ല. അത് നിന്റെ ഭർത്താവായി വരുന്ന ആ ആൾക്ക് അവകാശപ്പെട്ടതാണ്. നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. തുറന്നിട്ടിരിക്കുന്ന സുന്ദരമായ നീണ്ട കറുത്ത തലമുടി നാളെ നരബാധിക്കും. മിനിക്കുന്ന കവിളും ലിഫ്റ്റിക് ഇട്ട് ചുവപ്പിക്കുന്ന ചുണ്ടും ആ വിരലുമൊക്കെ പ്രിയപ്പെട്ടവരെ ചുക്കിച്ചുളിഞ്ഞു പോകും. ഒക്കെ ചുളിഞ്ഞു നശിക്കുന്ന ആളെ കവർന്ന്. പുറത്ത് കാണിക്കുന്ന കയ്യും, പുറത്ത് നീ കാണിക്കുന്ന നിന്റെ പള്ളയും, നിന്റെ കഴുത്തും, നിന്റെ മാരടമൊക്കെ നാളെ കെട്ടിപ്പൊതിഞ്ഞ് കബറിലേക്ക് വെക്കും. മറ്റന്നാള് നീര് വന്ന് അത് വേർത്ത് പൊട്ടിയൊഴുകി നാലാം നാൾ ആ ശരീരം മണ്ണോട് പൂർണ്ണമായി ചേരും. അതുകൊണ്ട് കൂട്ടുകാരികളുടെയോ നാട്ടുകാരുടെയോ കളിയാക്കലോ പരിഹാസമോ അല്ല നീ നോക്കേണ്ടത്, മറിച്ച് പടച്ച റബ്ബിന്റെ തൃപ്തിയും ആ റബ്ബിന്റെ ഇഷ്ടവുമാണ് കരസ്ഥമാക്കാൻ നീ പരിശ്രമിക്കേണ്ടത് എന്ന് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക.